മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന കുട്ടികളുടെ പ്രസിഡന്റ് ആഹ്ലാദ് രാജേഷ്, സ്വാഗത ഭാഷണം നടത്തിയ ദിശ എസ് ധനേഷ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന സ്പീക്കർ കൃഷ്ണേന്ദ്ര രാജേഷ്, വേദിയിൽ ഉപവിഷ്ടരായ ജില്ലാ കളക്ടർ, മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ, ശിശുക്ഷേമ സമിതി ഭാരവാഹികൾ, NCC, SPC, JRG, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റർമാർ, റാലിയിൽ അണിചേർന്ന വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതുപോലെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടന്ന വർണ്ണോത്സവം പരിപാടിയിലെ വിജയികളായ വിദ്യാർത്ഥികളെ, ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച ശിശുദിന റാലിയിലെ പൊതുപരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. നവംബർ 14 ഒരു സൂര്യോദയം കൂടി മണ്ണിനെ തൊട്ടപ്പോൾ നാം ഇവിടെ ശിശുദിനം, ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു നെഹ്റു എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമാണ് ജവഹർലാൽ നെഹ്റു. 1889 നവംബർ 14 അദ്ദേഹത്തിന്റെ ജനനം. പ്രമുഖ അഭിഭാഷകനായിരുന്ന മോത്തിലാൽ നെഹ്റുവിന്റെ മകനായി ജനിച്ചു. 1916 ഗാന്ധിജിയുമായുള്ള കണ്ടുമുട്ടൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം ചേരാനും ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിലും എത്തിക്കുകയുണ്ടായി. 1947 മുതൽ 1964 മരിക്കുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. പുതിയ ഫാക്ടറികൾ, റോഡുകൾ, സ്കൂളുകൾ തുടങ്ങിയ വികസനങ്ങൾ വർദ്ധിപ്പിച്ച് ആധുനിക ഇന്ത്യയുടെ ശില്പിയായി മാറി. പ്രിയപ്പെട്ടവരെ, ലോക ജനസംഖ്യയുടെ കാൽഭാഗത്തിലധികം കുട്ടികളാണ്. ഏതാണ്ട് 242 കോടിയിലധികം കുട്ടികൾ. ബാലാവകാശ നിയമങ്ങളും മനുഷ്യാവകാശ നിയമങ്ങളും നിലവിൽ വന്നിട്ട് വർഷങ്ങളേറെയായെങ്കിലും കുട്ടികളുടെ അവകാശത്തിൽ ഇന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. ഇന്നും 100 കോടിയോളം കുട്ടികൾ പട്ടിണിയിലും ദുരിതത്തിലുമാണ്. സമ്പന്ന രാജ്യങ്ങളിലെ സ്ഥിതിയും ഇതുതന്നെയാണ്. പോഷകാഹാരങ്ങളും സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ട എത്ര ബാല്യങ്ങളാണ് മുരടിച്ചു പോകുന്നത്. ഇത് കുട്ടികളോടുള്ള കടുത്ത അനീതിയാണ്. രാജ്യത്തിന്റെ ബജറ്റിന്റെ 40% കുട്ടികളുടെ ഉന്നമനത്തിനായി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം ഏതെങ്കിലും രാഷ്ട്രങ്ങൾ ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടുണ്ടോ? സമ്പന്ന രാജ്യങ്ങളിലെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട രാജകീയ സൗകര്യങ്ങൾ ആസ്വദിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിനപ്പുറം മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യുദ്ധങ്ങളും കലാപങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും വർണ്ണിക്കാൻ വാക്കുകളില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 10,000 മരിച്ചു വീണപ്പോൾ അതിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു. ഇസ്രയേലിന്റെ കണ്ണില്ലാത്ത ഭ്രാന്തമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഫലസ്തീനിൽ മാത്രം 20,000-ഓളം കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നാളെയുടെ വാഗ്ദാനങ്ങളായിരുന്നില്ലേ? ലോകത്തിന്റെ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടവരായിരുന്നില്ലേ? എന്നാൽ ഇതിനും അപ്പുറമാണ് യുദ്ധങ്ങളും ആക്രമണങ്ങളും മനസ്സിനും ശരീരത്തിനും ക്ഷതമേറ്റ കുട്ടികളുടെ സ്ഥിതി. 2002 UN ജനറൽ അസംബ്ലിയിൽ പ്രത്യേക സെഷൻ അംഗീകരിച്ച രേഖയിലെ കുട്ടികൾക്കിണങ്ങുന്ന ലോകം ഇന്നും എത്രയോ അകലെയാണ്. നമ്മുടെ ഭാരതത്തിന്റെ സ്ഥിതിയും വിഭിന്നമല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള രാജ്യമാണ് ഇന്ത്യ. ഏതാണ്ട് 248 കോടി കുട്ടികൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നതും ഇന്ത്യയിലെ കുട്ടികളാണത്രേ. പല സംസ്ഥാനങ്ങളും പോഷകാഹാരക്കുറവ് മൂലം കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഇന്നും ശൈശവ വിവാഹം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടെന്നറിയുമ്പോൾ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്നു. ഞാൻ നിങ്ങളിൽ ഒരാളായി അഭിമാനത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ പോലെ നിങ്ങളെ പോലെ വിദ്യാഭ്യാസത്തിന് അവസരമില്ലാതെ പാടത്ത് ജോലി
കേരളം എന്ന പരദീസയിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പിറന്നു വീണതിന് 100% കുട്ടികളും സ്കൂളിലെത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം. സൗജന്യ പാഠപുസ്തകങ്ങൾ, സമൃദ്ധമായ ഉച്ചഭക്ഷണം, സൗജന്യ യൂണിഫോം, സുരക്ഷിതമായ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, ഇങ്ങനെ കേരളം ലോകത്തിനും മാതൃകയാവുകയാണ്. അതോടൊപ്പം കേരളത്തിന്റെ ഇന്നത്തെ ചുറ്റുപാടുകളെ കുറിച്ച് സൂചിപ്പിക്കാതെ വയ്യ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പേരുകേട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും പേരുകേട്ട നാട്. അതോടൊപ്പം പ്രകൃതി രമണീയമായ പച്ചപ്പ് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് നമ്മുടെ കേരളം അറിയപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ കൊള്ളയും കൊലപാതകങ്ങളും പീഡനങ്ങളും പതിവായിരിക്കുന്നു. ലഹരിക്കടിമപ്പെട്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളം അനുഭവിക്കുന്ന, ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്നത് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കൂടുമാറ്റമാണ്. അതായത് വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന കാഴ്ച. ഒറ്റപ്പെട്ട കുടുംബങ്ങൾ ഓർക്കുമ്പോൾ വേദന തോന്നുന്നു. നല്ലതെല്ലാം കുട്ടികൾക്ക് എന്ന ആപ്തവാക്യം പാലിച്ചുകൊണ്ട് ലോകത്തിലെയും രാജ്യത്തിലെയും എല്ലാ കുട്ടികളുടെയും ക്ഷേമവും ഐശ്വര്യവും സമത്വവും പുലരാൻ ഈ ശിശുദിനത്തിൽ ചാച്ചാജ് സ്വപ്നം കണ്ട കുട്ടികളുടെ ജീവിതം പടുത്തുയർത്താൻ നമുക്ക് മുന്നിട്ടിറങ്ങാം എന്ന പ്രത്യാശയോടെ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി കുട്ടികളുടെ സ്പീക്കർ കൃഷ്ണേന്ദു രാജേഷിനെ ക്ഷണിക്കുന്നു.